ഫസ്റ്റ് ഹാഫിൽ തന്നെ കയറി വന്ന മാസ് കാണിക്കുന്ന വില്ലനെ പോലെയാണ് 60 വർഷത്തെ ദ്രാവിഡ പാർട്ടികളുടെ അപ്രമാദിത്വമില്ലാതാക്കി സി ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് എത്തിയത്. ഒറ്റകക്ഷിയായി നിയമസഭ രൂപീകരിക്കാൻ കേവല ഭൂരിപക്ഷം തികയാതെ വന്നപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെയാണ് നിയമസഭ രൂപീകരിച്ചത്. ഒരു പൊളിറ്റിക്കൽ ഗോഡ്ഫാദറിന്റെയും പിന്തുണയില്ലാതെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് തമിഴ്നാട് രാഷ്ട്രീയ ഭാവി? നമ്മൾ പരിശോധിക്കുകയാണ് ന്യൂസ് ഡീകോഡിലൂടെ തമിഴ് രാഷ്ട്രീയത്തിന്റെ ഭാവി എന്താണ്. ദ്രാവിഡ പാർട്ടികളുടെ 6 പതിറ്റാണ്ടിന്റെ ചരിത്രമില്ലാതാക്കിയാണ് സി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. കേവല രാഷ്ട്രീയമല്ല, ഒരു ഗവൺമെന്റിനെ അധികാരമേൽപ്പിക്കുന്നതിന് മാനദണ്ഡമെന്ന തമിഴ്നാട് ക്ലീൻ മാൻഡേറ്റിലൂടെ കാണിച്ചു തരികയാണ് ഉണ്ടായത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടക്കുന്നവർക്ക് കാണിക്കാൻ പറ്റാതെ പോയ ആ സൗന്ദര്യമാണ് തമിഴ് മക്കൾ നമുക്ക് കാണിച്ചു തന്നത്. തമിഴ്നാട്ടിൽ വിജയുടെ പ്രഭാവം ഇനിയും തുടരുമെന്ന് കാണിച്ചു തരുന്നുണ്ട് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും തുടർന്നുണ്ടായ പ്രഖ്യാപനങ്ങളും. വിജയ് മറ്റൊരു MGR ആകുമോ? പാവങ്ങളുടെ പടത്തലവനും വൃക്ഷക്കാരനുമൊക്കെ വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ ശേഷമാണ് MGR തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. വിജയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വിജയുടേതായി ഇറങ്ങിയ എല്ലാ സിനിമകളിലും അധികാര അവരോധത്തിന്റെ കൃത്യമായ സൂചനകളുണ്ടായിരുന്നു. സിനിമകൾ ലഭിച്ച അതേ പോപ്പുലാരിറ്റി തന്നെയാണ് MGRനെ പോലെ വിജയിയെയും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ 1953 കരുണാനിധിയുടെ കൈപിടിച്ച രാഷ്ട്രീയത്തിലേക്ക് എത്തിയ DMKയുടെ ട്രഷററായി ഏറ്റവും അടുത്തുനിന്ന് കാണേണ്ടതെല്ലാ കാഴ്ചകളും കണ്ട ശേഷമാണ് 1972 അണ്ണാ DMK രൂപീകരിച്ച മുഖ്യമന്ത്രി കസേരയിലേക്ക് MGR എത്തുന്നത്. അതും 1977. അപ്പോൾ അത്രയും വർഷത്തെ പാരമ്പര്യമുണ്ട്. രാഷ്ട്രീയത്തെ ഏറ്റവും മടുത്ത് കണ്ട അനുഭവ സമ്പത്തോടു കൂടിയാണ് MGR അധികാര കസേരയിലേക്ക് എത്തുന്നത്. പക്ഷേ TVK രൂപീകരിച്ച് 24 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നേരിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ് വിജയ്. അപ്പോൾ MGR ഉണ്ടാക്കിയ ഇമ്പാക്ട് വിജയ്ക്ക് നിലനിർത്താനാകുമോ? വോട്ടർമാരുടെ പ്രതീക്ഷയ്ക്ക് ഭരണം വിജയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. AIDMK പിളർപ്പിലേക്കാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIDMK വെറും 47 സീറ്റുകൾ മാത്രമാണ് നേടിയത്. ഇതോടെ നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടി എന്ന പദവിയും AIDMKയ്ക്ക് നഷ്ടമാകുന്ന സ്ഥിതിയാണ്. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികളും സഖ്യകക്ഷി തീരുമാനങ്ങൾ എടുക്കുന്നതിലും എടപ്പാടി പളനിസ്വാമി കടുത്ത വിയോജിപ്പ് ഏർപ്പെടുത്തുന്നുണ്ട് പാർട്ടിയിൽ. അത് പാർട്ടിയിലെ അംഗങ്ങൾക്ക് തന്നെ EPSനോടുള്ള വലിയ വിരോധത്തിന് കാരണമാകുന്നുണ്ട്. മുതിർന്ന നേതാക്കളായ CV ഷൺമുഖവും SP വേലുമണിയും സമാന്തരമായി MLAമാരുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അതായത് EPSനെതിരായി നിരന്തരമായി ഒരു രാഷ്ട്രീയ കാറ്റ് അത് തിരിഞ്ഞു വീശി തുടങ്ങിയെന്നാണ് അർത്ഥമാക്കുന്നത്. അതിൽ നിന്ന് 30-ലധികം MLAമാർ EPSനെതിരെ ഒന്നിച്ചുകൂടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കമിടുന്നത്. ഈ മാസം 13-ാം തീയതിയാണ് നിയമസഭയിൽ വിജയ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്. വിശ്വാസ വോട്ടെടുപ്പ്. അണ്ണാ DMK വിടുന്ന വിമതർ സഭയിൽ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം സഭയിൽ വിജയ്ക്ക് തെളിയിക്കാനാകും. BJPക്ക് വേരുപിടിക്കാനാകുമോ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ? തമിഴ്നാടിന്റെ നിലവിലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കേവലം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രാദേശിക രാഷ്ട്രീയമല്ല. അവിടേക്ക് ദേശീയ പാർട്ടികളും കണ്ണുവെക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ, കോൺഗ്രസ് ലോക്സഭാ പാർലമെന്ററി ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധിയൊക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. അപ്പോൾ കോൺഗ്രസ് എന്ന നിലയിലും BJP എന്ന നിലയിലും ശ്രദ്ധേയമായ ദേശീയ പാർട്ടികൾ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ BJP വേരുറപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളെ എത്രത്തോളം തടഞ്ഞു നിൽക്കാനാകും TVKയ്ക്ക്? DMK AIDMK ദ്വയങ്ങളായിരുന്നു കോട്ട കെട്ടി തമിഴ്നാട്ടിലേക്കുള്ള BJPയുടെ കാഴ്ച മറച്ചുവെച്ചത്. എന്നാൽ ഈ ദ്വയങ്ങളെ നിലം പരിശാക്കിയാണ് വിജയുടെ TVK അധികാരത്തിലെത്തുന്നത്. കലങ്ങിയ തമിഴ്നാട് രാഷ്ട്രീയ കുളത്തിൽ നിന്ന് BJP ചില മീനുകൾ പിടിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ് തായ് വാഴ്ത്തിനു മുകളിലായി വന്ദേമാതരം ആലപിച്ചതിൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ വിമർശനങ്ങൾ. പ്രതാപകാലത്ത് മുൻ നേതാക്കൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റും ഇടപ്പാടി പളനിസ്വാമിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും MK സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്ന DMKയെ ഇനി എത്രത്തോളം ഉദയനിധിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് BJPയുടെ തമിഴ്നാട്ടിലെ വേരോട്ടം. എത്രത്തോളം പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദ്യമാണ്. അതിന് മറുപടി പറയേണ്ടത് വിജയുടെ ഭരണവും.